നാളെ ശനിയാഴ്ചയാണ്. അമാവാസിക്ക് ശേഷമുള്ള ദിവസവും ധനുർ മാസത്തിലെ ശനിയാഴ്ചയും ആയതുകൊണ്ട് ഇത് വളരെ നല്ല ദിവസമാണ്. അതുകൊണ്ട് വൈകുന്നേരം 5:15 മുതൽ 6:15 വരെ തുളസി ചെടിയുടെ ചുവട്ടിൽ ഇത് കുഴിച്ചിട്ടാൽ മതി. ലക്ഷങ്ങളുള്ള കോടികൾ വരും. ഈ പരിഹാരം ചെയ്യുന്നവർക്ക് ജീവിതത്തിൽ ഇനി ഒരിക്കലും പണത്തിന് കുറവുണ്ടാകില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വലയുകയും കടക്കെണിയിൽ അകപ്പെടുകയും ചെയ്തവർക്കും ഈ പരിഹാരം കാരണം കടം വാങ്ങുന്ന അവസ്ഥയിൽ നിന്ന് മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ കഴിയും. തുളസി ചെടി സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ രൂപമാണ്. നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് തുളസിക്കോട്ടയിൽ ലക്ഷ്മീനാരായണന്മാർ കുടികൊള്ളുന്നു. അങ്ങനെയുള്ള വിശുദ്ധമായ തുളസി ചെടിയുടെ ചുവട്ടിൽ ശനിയാഴ്ച ചെയ്യുന്ന ഏത് ചെറിയ ദൈവിക കാര്യവും 1000 ഇരട്ടി ഫലങ്ങൾ നൽകുന്നു. സാധാരണയായി പലർക്കും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കയ്യിൽ നിൽക്കില്ല. അനാവശ്യ ചെലവുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. വീട്ടിൽ പ്രതികൂല ഊർജമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഗ്രഹ ദോഷങ്ങൾ ഉള്ളതുകൊണ്ടോ വരുമാനത്തിന് തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ തുളസിമാതാവിന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യം നീങ്ങി അഷ്ടൈശ്വര്യങ്ങൾ സിദ്ധിക്കും. തുളസി ചെടിയുടെ ചുവട്ടിൽ ഈ ശക്തിയേറിയ വസ്തു കുഴിച്ചിടുന്നത് വഴി ഭൂമിയിലെ ശക്തിയും തുളസിയിലെ ദൈവിക ശക്തിയും ചേർന്ന് നിങ്ങളുടെ ജാതക ദോഷങ്ങളെ ഇല്ലാതാക്കും. ഇത് വഴി ബിസിനസ്സിൽ ലാഭങ്ങൾ ഉണ്ടാകുകയും ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുകയും അപ്രതീക്ഷിതമായി ധനലാഭം ഉണ്ടാകുകയും ചെയ്യുന്ന ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കും. ഭാഗ്യം നിങ്ങളുടെ വാതിൽക്കൽ മുട്ടും. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിഗതികൾ അപ്രതീക്ഷിതമായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നാളെ ശനിയാഴ്ച തുളസി ചെടിയുടെ ചുവട്ടിൽ എന്ത് വെക്കണം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനു മുമ്പ് ഒരു നല്ല ഭക്തി കഥ കേൾക്കാം. സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക. പണ്ട് വെങ്കടാപുരം എന്നൊരു ശാന്തമായ ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ രാമറാവു ശ്രീലക്ഷ്മി എന്ന ദമ്പതികൾ താമസിച്ചിരുന്നു. രാമറാവു ജനിച്ചപ്പോൾ മുതൽ വളരെ ദരിദ്രനായിരുന്നെങ്കിലും മനസ്സ് വളരെ വലുതായിരുന്നു. അയാൾ കള്ളം പറയില്ല, ആരെയും വഞ്ചിക്കില്ല. ധർമ്മത്തെയും ദൈവത്തെയും വിശ്വസിച്ച് ജീവിക്കുന്ന സ്വഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. രാമറാവുവിൻ ചെറുപ്പം മുതൽ മരം കൊണ്ട് പലതരം രൂപങ്ങൾ ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ആ താൽപ്പര്യത്തോടെ മരത്തടികൾ കൊണ്ട് മനോഹരമായ രൂപങ്ങൾ ഉണ്ടാക്കാൻ പഠിച്ചു. ഒഴുകുന്ന പുഴ, പച്ചവയലുകൾ, കുന്നുകൾക്കും താഴ്വരകൾക്കുമിടയിൽ കറങ്ങി നടന്ന് വർണ്ണാഭമായ പക്ഷികളെയും മൃഗങ്ങളെയും നിരീക്ഷിച്ച് അവയെ രൂപങ്ങളാക്കി മാറ്റി. അവൻ ഉണ്ടാക്കിയ രൂപങ്ങൾ ജീവനുള്ളവയാണെന്ന് തോന്നിയിരുന്നു. രാമറാവു ആ രൂപങ്ങൾക്ക് സ്വാഭാവിക നിറങ്ങൾ നൽകി ഒരു കുട്ടയിലാക്കി ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നടന്ന് വിറ്റിരുന്നു. ഗ്രാമത്തിലെ തെരുവുകളിലൂടെ നടന്ന് ബൊമ്മകൾ, കൈകൊണ്ട് നിർമ്മിച്ച മനോഹരമായ മരപ്പാവകൾ, കുട്ടികൾ കളിക്കുന്ന ഓമനപ്പാവകൾ, വരൂ ബാബു വരൂ വാങ്ങിക്കോളൂ എന്ന് മധുരമായ ശബ്ദത്തിൽ വിളിച്ചിരുന്നു. രാമറാവുവിന്റെ കരവിരുതിൽ എല്ലാവരും ആകൃഷ്ടരായിരുന്നു. പക്ഷേ രാമറാവുവിൻ അക്ഷരം അറിയില്ലായിരുന്നു, ലോകപരിജ്ഞാനം കുറവായിരുന്നു. ഇതൊരു അവസരമായി കണ്ട് ചില ക്രൂരഹൃദയർ 100 രൂപയുടെ പാവ 10 രൂപയ്ക്ക് വിലപേശി വാങ്ങിയിരുന്നു. രാമറാവുവും കിട്ടിയത് മതി എന്ന് സന്തോഷിച്ചിരുന്നു. എന്നാൽ കാലം എപ്പോഴും ഒരുപോലെ നിൽക്കില്ലല്ലോ. ആ വർഷം വരുണദേവൻ കനിഞ്ഞില്ല. മഴയില്ലാത്തതുകൊണ്ട് കുളങ്ങൾ വറ്റിപ്പോയി, വിളകൾ ഉണ്ടായില്ല. വെങ്കടാപുരത്തും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലും കടുത്ത വരൾച്ചയുണ്ടായി. ഭക്ഷണത്തിന് ഗതിയില്ലാത്ത സമയത്ത് ആളുകൾ പാവകൾ വാങ്ങാൻ താൽപ്പര്യം കാണിച്ചില്ല. രാമറാവുവിന്റെ കച്ചവടം പൂർണ്ണമായും തകർന്നു. വീട്ടിലെ അരിമണികൾ തീർന്നു. ശ്രീലക്ഷ്മി തന്റെ അരഞ്ഞാണവും വളകളും വിറ്റ് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒടുവിൽ വീട്ടിലെ എലികൾ പോലും വിശന്ന് വലയുന്ന അവസ്ഥ
വന്നു. ഒരു ദിവസം രാമറാവു വിഷാദത്തോടെ തന്റെ വീടിന്റെ പൂമുഖത്ത് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി അടുത്തു വന്ന് എന്താ ഇങ്ങനെ ആലോചിച്ച് ഇരുന്നാൽ വയറ് നിറയുമോ, നാളത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു. രാമറാവു നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, ലക്ഷ്മി, ഈ ക്ഷാമം നമ്മളെ കരകയറാൻ സമ്മതിക്കുന്നില്ല. 2 ദിവസമായി ഒരു പാവയും വിറ്റുപോയില്ല. നാട്ടിൽ ആരുടെയും കയ്യിൽ പണമില്ല. ഇപ്പോൾ എന്റെ കയ്യിൽ ഒരു നേരത്തെ അരി വാങ്ങാൻ പോലും ചില്ലിക്കാശില്ല. ശ്രീലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യോ, അപ്പോൾ നമ്മൾ എങ്ങനെ ജീവിക്കും? ആ വെങ്കടേശ്വരൻ തന്നെ നമ്മളെ രക്ഷിക്കണം, അവൾ പറഞ്ഞു. രാമറാവു ധൈര്യം പറഞ്ഞുകൊണ്ട്, ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഗ്രാമത്തിന് വളരെ ദൂരെയുള്ള പട്ടണത്തിലേക്ക് ഞാൻ പോകും. അവിടെയെങ്കിലും ആരെങ്കിലും കളിപ്പാട്ടങ്ങൾ വാങ്ങുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. ആ രാത്രി അവർ പട്ടിണി കിടന്നു. ഉറങ്ങി. അടുത്ത ദിവസത്തെക്കുറിച്ച് സ്വപ്നങ്ങൾ കണ്ടു. അടുത്ത ദിവസം സൂര്യോദയത്തിനു മുൻപേ രാമറാവു എഴുന്നേറ്റു. തന്റെ കുട്ടയിലുണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചു. ശ്രീലക്ഷ്മി വീട്ടിലുണ്ടായിരുന്ന ഒരു പിടി അവൽ ഒരു കെട്ടിലാക്കി കൊടുത്തു. ലക്ഷ്മി, ഇന്ന് ഞാൻ വളരെ ദൂരം പോകുകയാണ്. തിരിച്ചു വരാൻ രാത്രി ആകും. നീയും ഈ അവൽ കൊണ്ട് തൃപ്തിപ്പെടുക. ആ ദൈവം നമ്മളെ നോക്കും എന്ന് പറഞ്ഞ് ഓം നമോ ശ്രീ ലക്ഷ്മി വെങ്കടേശ്വരായ നമ എന്ന് സ്മരിച്ചുകൊണ്ട് പുറപ്പെട്ടു. ആ ദിവസം മുഴുവൻ വെയിലത്ത് മൈലുകളോളം നടന്നു. തൊണ്ട പൊട്ടി അലറി. പക്ഷേ നിർഭാഗ്യം അവനെ പിന്തുടർന്നു. രാത്രിയായിട്ടും ഒരു കളിപ്പാട്ടം പോലും വിറ്റുപോയില്ല. രാമറാവു നിരാശയോടെ ഒരു മരച്ചുവട്ടിൽ ഇരുന്നു. ശ്രീലക്ഷ്മി കൊടുത്ത അവൽ തിന്ന് കണ്ണീരൊഴുക്കി. അമ്മ ധനലക്ഷ്മി, നിന്റെ നാമം സ്മരിക്കാത്ത ഒരു ദിവസവുമില്ല. നിന്റെ ഭക്തനെ ഇത്രയധികം പരീക്ഷിക്കുകയാണോ? നിനക്ക് പൂജകൾ ചെയ്യാൻ ശക്തി ഞങ്ങൾക്കില്ല, പക്ഷേ നിന്നിലുള്ള ഭക്തി മാത്രം ഒരുപാടുണ്ട് അമ്മേ എന്ന് ആവേദനം ചെയ്തു. വൈകുണ്ഠത്തിലുള്ള ലക്ഷ്മി നാരായണന്മാർ രാമറാവുവിന്റെ ദുഃഖം ശ്രദ്ധിച്ചു. ലക്ഷ്മിദേവിയുടെ മനസ്സ് അലിഞ്ഞു. സ്വാമി, നമ്മുടെ രാമറാവു അനുഭവിക്കുന്ന കഷ്ടപ്പാട് എനിക്ക് കാണാൻ കഴിയുന്നില്ല. അവന്റെ ഭക്തി നിഷ്കളങ്കമാണ്. അവനെ ഈ നിമിഷം തന്നെ സഹായിക്കണം എന്ന് പറഞ്ഞു. അതിന് ശ്രീനിവാസൻ ചിരിച്ചുകൊണ്ട്, ലക്ഷ്മി, ഭക്തനെ പരീക്ഷിക്കുന്നത് എന്റെ ലക്ഷ്യമല്ല. അവന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുക എന്നതാണ് എന്റെ ഉദ്ദേശ്യം. നീ പോയി അവൻ കൂട്ടായിരിക്കൂ എന്ന് ആജ്ഞാപിച്ചു. ഉടൻ തന്നെ ലക്ഷ്മീദേവി ഒരു വൃദ്ധയുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. ഇരുട്ട് വീണു. രാമറാവു വിഷമത്തോടെ വീട്ടിലേക്ക് മടക്കയാത്ര തുടങ്ങി. വഴിയിൽ ഒരു വൃദ്ധ എതിരെ വന്ന്, മോനെ, ഞാൻ വഴി തെറ്റിപ്പോയി. വെങ്കടാപുരത്തേക്ക് പോകണം. കുറച്ച് വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. രാമറാവു തന്റെ ദുഃഖം മറന്ന്, അമ്മേ, ഞാനും അങ്ങോട്ടാണ് പോകുന്നത്. എന്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ സുരക്ഷിതമായി എത്തിക്കാം എന്ന് പറഞ്ഞു. വഴി നീളെ ആ വൃദ്ധ രാമറാവുവുമായി സംസാരിച്ചു. രാമറാവു തന്റെ മനസ്സിലെ ദുഃഖമെല്ലാം അവളുമായി പങ്കുവച്ചു. ദൈവമുണ്ടമ്മേ, പക്ഷേ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് അദ്ദേഹം എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുകയെന്ന് അറിയില്ല എന്ന് നിശ്വസിച്ചു. വൃദ്ധ ചിരിച്ചുകൊണ്ട്, ദൈവം കല്ലുപ്രതിമയിൽ ഉണ്ടാകില്ല മോനെ. നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ളവരിൽ ഉണ്ടാകും എന്ന് ധൈര്യം നൽകി. രാമറാവു അവളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശ്രീലക്ഷ്മിയ വൃദ്ധയെ കണ്ട് വിശന്നിരുന്നിട്ടും വളരെ മര്യാദയോടെ സ്വാഗതം ചെയ്തു. തന്റെ കൈവശമുണ്ടായിരുന്ന കുറച്ച് അവൽ ആ വൃദ്ധയ്ക്ക് നൽകി. താൻ വെള്ളം കുടിച്ച് കിടന്നുറങ്ങി. ആ വൃദ്ധയുടെ രൂപത്തിലുണ്ടായിരുന്ന ലക്ഷ്മീദേവി അവരുടെ ആതിഥേയത്വത്തിൽ സന്തുഷ്ടയായി. അടുത്ത ദിവസം രാവിലെ രാമറാവു വാതിൽക്കൽ നിൽക്കുമ്പോൾ മൂർത്തി എന്നൊരാൾ കുതിരപ്പുറത്ത് വന്നു. രാമറാവു, നിങ്ങളാണോ? ഞാൻ ജമീന്ദാരുടെ മനുഷ്യനാണ്. ഞങ്ങളുടെ ചെറിയ കുട്ടിയുടെ ജന്മദിനാഘോഷങ്ങൾക്കായി ഞങ്ങൾക്ക് 100 തരം മരപ്പാവകൾ വേണം.
എത്ര ചിലവായാലും പ്രശ്നമില്ല, പക്ഷേ 3 ദിവസത്തിനുള്ളിൽ വേണം എന്ന് പറഞ്ഞ് ഒരു സഞ്ചി നിറയെ നാണയങ്ങൾ കാണിച്ചു. രാമറാവുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. കുട്ടി, 100 പാവകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന വൃദ്ധ പുറത്തു വന്ന്, മോനെ രാമറാവു, നീ തുടങ്ങിക്കോ, ഞാൻ നിന്റെ ഭാര്യ ശ്രീലക്ഷ്മി നിനക്ക് കൂട്ടായി ഉണ്ടാകും. നമ്മളെല്ലാവരും ചേർന്ന് ഈ ജോലി പൂർത്തിയാക്കാം എന്ന് പറഞ്ഞു. രാമറാവുവിന് പുതിയ ഉത്സാഹം വന്നു. മൂർത്തിയും അവൻ കൂട്ടായി കാട്ടിൽ വന്ന് മരം കൊണ്ടുവരാൻ സഹായിച്ചു. ആ 3 ദിവസവും രാമറാവുവിന്റെ വീട് ഒരു ഫാക്ടറിയായി മാറി. രാമറാവു പാവകൾ കൊത്തുമ്പോൾ ശ്രീലക്ഷ്മി അവ മിനുസപ്പെടുത്തി. വൃദ്ധ അവയ്ക്ക് മനോഹരമായ നിറങ്ങൾ നൽകി. വിചിത്രമെന്നു പറയട്ടെ, ആ വൃദ്ധ നിറം നൽകിയ ഓരോ പാവയും യഥാർത്ഥ പക്ഷിയെപ്പോലെയും മൃഗങ്ങളെപ്പോലെയും തിളങ്ങാൻ തുടങ്ങി. 3-ാം ദിവസം വൈകുന്നേരത്തോടെ 100 പാവകൾ തയ്യാറായി. മൂർത്തി ആ പാവകളെ കണ്ട് അത്ഭുതപ്പെട്ടു. ഇത്രയും മനോഹരമായ പാവകളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. രാമറാവു എന്ന് പറഞ്ഞ് രാമറാവു ചോദിച്ചതിനേക്കാൾ കൂടുതൽ 1000 രൂപ നൽകിയ ആ പാവകളെയും കൊണ്ടുപോയി. രാമറാവു ആ സന്തോഷത്തിൽ വൃദ്ധയ്ക്ക് കുറച്ച് ഭാഗം നൽകാൻ പോയി. പക്ഷേ അവൾ ചിരിച്ചു, മോനെ, നിന്റെ മനസ്സ് എനിക്ക് വലിയ സമ്മാനം, ഞാൻ ഇനി പോകുന്നു എന്ന് പറഞ്ഞ് അപ്രത്യക്ഷയായി. അന്ന് രാത്രി രാമറാവു ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ ഒരു ദിവ്യമായ വെളിച്ചം കണ്ടു. സാക്ഷാൽ ശ്രീലക്ഷ്മി. വെങ്കടേശ്വര സ്വാമി സ്വപ്നത്തിൽ ദർശനം നൽകി. രാമറാവു, നിന്റെ സത്യസന്ധതയും നിന്റെ ഭാര്യയുടെ ആതിഥ്യവും ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആ വൃദ്ധയുടെ രൂപത്തിൽ വന്നത് സാക്ഷാൽ ലക്ഷ്മിദേവിയാണ്. നിന്റെ കഷ്ടപ്പാടുകൾ തീരുന്ന സമയം വന്നിരിക്കുന്നു. നാളെ രാവിലെ നീ ഉണ്ടാക്കിയ പാവകളെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് അപ്രത്യക്ഷനായി. നേരം വെളുത്തപ്പോൾ രാമറാവു എഴുന്നേറ്റ് നോക്കിയപ്പോൾ തന്റെ വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന മരപ്പാവകളെല്ലാം തിളങ്ങുന്ന സ്വർണപ്പാവകളായി മാറിയിരുന്നു. രാമറാവുവിന്റെ ആശ്ചര്യത്തിന് അതിരുകളുണ്ടായിരുന്നില്ല. ആ സ്വർണപ്പാവകളെ വിറ്റ് രാമറാവു വലിയ വീട് പണിതു. പക്ഷേ അയാൾ തന്റെ ദാരിദ്ര്യം മറന്നില്ല. ഗ്രാമത്തിൽ വരൾച്ചയാൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അന്നദാനം ചെയ്തു. വെങ്കിടാപുരത്ത് ഒരു വലിയ കുളം കുഴിപ്പിച്ച് കർഷകർക്ക് ജലസേചനം ലഭ്യമാക്കി. അപ്പോൾ മുതൽ എല്ലാവരും അയാളെ രത്നങ്ങളുടെ രാമറാവു എന്ന് വിളിക്കാൻ തുടങ്ങി. ഈ കഥയിലെ നീതി എന്തെന്നാൽ, ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസവും മനുഷ്യരോട് അമിതമായ സ്നേഹവുമാണ്. ചെയ്യുന്ന ജോലിയിൽ സത്യസന്ധതയുണ്ടെങ്കിൽ ആ ദൈവം തന്നെ നേരിട്ട് വന്ന് നമ്മുടെ കഷ്ടപ്പാടുകൾ തീർക്കും. ഇനി വീഡിയോയിലേക്ക് വന്നാൽ, നാളെ ശനിയാഴ്ച വളരെ നല്ല ദിവസമാണ്. ഇങ്ങനെയുള്ള വിശേഷപ്പെട്ട ദിവസത്തിൽ നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം തീരണമെന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പരിഹാരം ചെയ്താൽ തീർച്ചയായും ഫലിക്കും. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി നിങ്ങളുടെ വീട് മുഴുവൻ വൃത്തിയാക്കുക. വീട് എത്ര വൃത്തിയായിരിക്കുന്നോ അത്രയും വേഗത്തിൽ ലക്ഷ്മിദേവി നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കും. അതുപോലെ നിങ്ങളും തലകഴുകി ശുദ്ധിയോടെ ഇരിക്കണം. ഈ പരിഹാരം കൃത്യമായി വൈകുന്നേരം 5:15 മുതൽ 6:15 വരെ പൂർത്തിയാക്കണം. കാരണം ആ സമയം വളരെ ശക്തമാണ്. ഈ പരിഹാരത്തിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു തവണ നോക്കാം. ആദ്യം ഒരു പുതിയ നാരങ്ങ എടുക്കുക. നാരങ്ങയ്ക്ക് ദൃഷ്ടിദോഷങ്ങളെയും പ്രതികൂല ശക്തികളെയും വലിച്ചെടുക്കാൻ കഴിയും. പിന്നീട് കല്ലുപ്പ് എടുക്കുക. ഉപ്പ് സാക്ഷാൽ സമുദ്രരാജന്റെ പുത്രിയായ ലക്ഷ്മിദേവിയുടെ അംശമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ ഒരു ഗ്രാമ്പൂവും കുറച്ച് കുങ്കുമവും തയ്യാറാക്കുക. ഗ്രാമ്പൂ വിജയത്തിന്റെ പ്രതീകമാണെങ്കിൽ കുങ്കുമം സൗഭാഗ്യത്തിന്റെയും ശക്തിയുടെയും ചിഹ്നമാണ്. പരിഹാരം എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നാരങ്ങ എടുത്ത് അത് പൂർണ്ണമായി മുറിക്കാതെ വീഡിയോയിൽ കാണിക്കുന്നതുപോലെ 4 ഭാഗങ്ങളായി, അതായത് പൂവിന്റെ ആകൃതിയിൽ വരുന്നതുപോലെ മുറിക്കുക. ഇപ്പോൾ ആ നാരങ്ങയുടെ നടുവിൽ കുറച്ച് കല്ലുപ്പും ചേർക്കുക. ഉപ്പ് ചേർത്ത ശേഷം അതിന്മേൽ ചുവന്ന കുങ്കുമവും വിതറുക.
അവസാനമായി അതിന്റെ നടുവിൽ ഒരു ഗ്രാമ്പു കുത്തുക. ഇപ്പോൾ തയ്യാറായ ആ നാരങ്ങ നിങ്ങളുടെ വലത് കൈയിലെടുത്ത് നിങ്ങളുടെ വീടിന്റെ എല്ലാ മുറികളിലും നടക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള നെഗറ്റീവ് ഊർജം മുഴുവൻ ആ നാരങ്ങയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീടാകെ ചുറ്റുക. ഇങ്ങനെ വീടാകെ ചുറ്റിയ ശേഷം നേരെ നിങ്ങളുടെ വീടിന് മുന്നിലുള്ള തുളസി ചെടിയുടെ അടുത്തേക്ക് പോകുക. തുളസിത്തറയിലോ അല്ലെങ്കിൽ ചട്ടിയിലോ തുളസി ചെടിയുടെ ചുവട്ടിൽ കുറച്ച് മണ്ണ് ശ്രദ്ധയോടെ കിളയ്ക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ആ നാരങ്ങ ആ കുഴിയിൽ വെച്ച് വീണ്ടും മണ്ണ് കൊണ്ട് മൂടുക. ഇങ്ങനെ കുഴിച്ചിട്ട ശേഷം നിങ്ങളുടെ 2 കൈകളും കൂപ്പി തുളസി മാതാവിനെ നമസ്കരിക്കുക. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം, അതായത് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞുപോകണമെന്നും കോടികൾ സമ്പാദിക്കണമെന്നും കടബാധ്യതകളിൽ നിന്ന് മോചനം ലഭിക്കണമെന്നും ഉറക്കെ സങ്കൽപ്പിക്കുക. അതിനുശേഷം തുളസി ചെടിയുടെ മുന്നിൽ ഒരു നെയ് വിളക്കോ അല്ലെങ്കിൽ എണ്ണ വിളക്കോ കത്തിക്കുക. അഗർബത്തികൾ കൊണ്ട് ധൂപം കാണിച്ച് തുളസി മാതാവിന് ആരതി ഒഴിയുക. ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള വാസ്തുദോഷങ്ങൾ, നരദൃഷ്ടി, ഗ്രഹദോഷങ്ങൾ എന്നിവയെല്ലാം ഇല്ലാതാകും. ഈ പ്രക്രിയ പൂർത്തിയായ ശേഷം ആ നാരങ്ങയെ അതുപോലെ ഭൂമിയിൽ ഉപേക്ഷിക്കുക. അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കരുത്, പൂർണ്ണമായും മറക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ വിജയം. ഈ പരിഹാരം ചെയ്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനപ്രവാഹം വർദ്ധിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. അതിനാൽ എല്ലാവരും നാളെ ശനിയാഴ്ച ഈ ചെറിയ ശക്തമായ പ്രതിവിധി ചെയ്യുക. നല്ല ഫലങ്ങൾ നേടുക, സന്തോഷത്തോടെ ജീവിക്കുക.